ഇത് നമ്മുടെ സൂര്യൻ, ഇത് നമ്മുടെ ഭൂമി. ഒരു ദിവസം ഈ ഭൂമിയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ ദൂരെ വേറൊരു സ്റ്റാർ ഇനി ശ്രദ്ധിച്ച് കേൾക്കണം. സൂര്യനെ പോലെ തന്നെ ഇരിക്കുന്നു. അതുപോലെ തന്നെ അതിൻ്റെ അടുത്ത് ഭൂമിയെപ്പോലെ തന്നെ ഇരിക്കുന്ന ഒരു പ്ലാനറ്റ്. മനുഷ്യന്മാർക്ക് എല്ലാവർക്കും താമസിക്കാൻ പറ്റുന്ന പുതിയൊരു പ്ലാനറ്റ് കണ്ടുപിടിച്ചാൽ ശാസ്ത്രം മുഴുവൻ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. ആ സമയത്താണ് എനിക്കൊരു സംശയം തോന്നിയത്. നമ്മളുടെ സൂര്യനിൽ നിന്നുള്ള പ്രകാശം ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ പാതയിൽ ഒരു ബ്ലാക്ക് ഹോൾ ഇരിക്കുന്നുണ്ടായിരുന്നു. ബ്ലാക്ക് ഹോളിൻ്റെ സ്പേസ് ടൈം കർവ്ഡാണ്. അവിടെ ലൈറ്റ് ബെൻഡ് ചെയ്തു. ഇതുവരെ വളരെ ശരിയാണ്. പിന്നെ വീണ്ടും സമാധാനമായിട്ട് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വീണ്ടും ഒരു ബ്ലാക്ക് ഹോൾ, അവിടെയും ബെൻഡ് ചെയ്തു. പിന്നെയും സഞ്ചരിച്ചു, വീണ്ടും ഒരു ബ്ലാക്ക് ഹോൾ, അവിടെയും ബെൻഡ് ചെയ്തു. അങ്ങനെ തിരിച്ചെത്തിയ ഈ പ്രകാശം എവിടെ എത്തി? ഭൂമിയിലേക്ക് തന്നെ എത്തി. അങ്ങനെ അപ്പാരൻറ്റ് പൊസിഷനിൽ നമ്മളുടെ സൂര്യനെ തന്നെ കണ്ടതാണ് നമുക്ക് വേറൊരു സ്റ്റാറായിട്ട് തോന്നിയത്. ഇനി നമ്മൾ ഒരു സ്പേസ് ഷിപ്പ് എടുത്തു. ഈ ഷിപ്പിൽ കയറിയിട്ട് നമ്മൾ ട്രാവൽ ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ നമ്മൾ ഈ സ്റ്റാറിനെ കണ്ട സ്ഥലത്തേക്ക് നമ്മളിങ്ങനെ ട്രാവൽ ചെയ്ത് ഈ ബ്ലാക്ക് ഹോളിൻ്റെ അടുത്ത് എത്തിയപ്പോൾ എന്ത് സംഭവിക്കും? പിന്നെ നമ്മൾ കാണുന്നത് ഇവിടെയായിരിക്കും നമ്മളുടെ സൂര്യനെ. വീണ്ടും നമ്മൾ അങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങോട്ട് ബെൻഡ് ചെയ്യും. ഇവിടെയായിരിക്കും നമ്മൾ നമ്മുടെ സൂര്യനെ കാണാം. നമ്മളപ്പോൾ അങ്ങോട്ട് ട്രാവൽ ചെയ്യും. അപ്പോൾ നമ്മൾ ശരിക്കുള്ള സൂര്യനെ യഥാർത്ഥ പൊസിഷനിലേക്ക് കാണും. അങ്ങനെ നമ്മൾ വീണ്ടും സഞ്ചരിച്ച് ഭൂമിയിൽ തന്നെ തിരിച്ചെത്തും. പക്ഷേ ലക്ഷക്കണക്കിന് വർഷം ഭൂമിയിൽ അത് കടന്നു പോയിട്ടുണ്ടാവും. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ നിസ്സാരം 10,000 വർഷമൊക്കെ കടന്നു പോയിട്ടുണ്ടാവുള്ളൂ. അങ്ങനെ 10,000 വർഷം കഴിഞ്ഞ് നമ്മൾ തിരിച്ചെത്തി കഴിഞ്ഞപ്പോൾ ഭൂമിയിൽ ലക്ഷക്കണക്കിന് വർഷം കഴിഞ്ഞു. മനുഷ്യന്മാർ മൊത്തം ഇവല്യൂഷൻ വന്നിട്ട് വേറൊരു രൂപത്തിലായി. നമ്മൾ 10,000 വർഷം കഴിഞ്ഞുകൊണ്ട് നമ്മൾ വീണ്ടും മനുഷ്യന്മാരെ പോലെ തന്നെ ഇരിക്കുന്നു. അപ്പോൾ നമ്മൾക്ക് എന്ത് സംഭവിക്കും? നമ്മൾ വേറൊരു പ്ലാനറ്റ് കണ്ടുപിടിച്ചു എന്നുള്ള സന്തോഷത്തിൽ നമ്മൾ ആർത്തുല്ലസിക്കും. വേറെ ഏലിയൻസ് അവിടെ ഉണ്ടായിരുന്നു, അവരായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. നമ്മൾ മനുഷ്യന്മാരും അവർ മനുഷ്യന്മാരുടെ എവല്യൂഷൻ സംഭവിച്ചിട്ട് ലക്ഷക്കണക്കിന് വർഷം കഴിഞ്ഞിട്ട് വേറെ ഏതോ ഒരു രൂപത്തിലിരിക്കുന്ന നമ്മളുടെ സഹോദരങ്ങളും. ഫിസിക്സിൽ ഗ്രാവിറ്റേഷണൽ ലെൻസിങ് വെച്ചിട്ട് ഇത് പോസിബിളാണ്. പക്ഷേ ഇതുപോലെ ബ്ലാക്ക് ഹോൾ കൊണ്ടുവയ്ക്കാൻ ആരാ ഉണ്ടാവുക എന്നുള്ളത് മാത്രമാണ് സംശയം. ലീന പറഞ്ഞത് ഈ അസുഖത്തിന്റെ പേര് ജിംനേഷ്യം. ജിംനേഷ്യം അല്ല, മഗ്നീഷ്യം.